ബാംഗ്ലൂരിലെ എൻ്റെ ഒരു കുഞ്ഞ് ഓണം സെലിബ്രേഷൻ കണ്ടാലോ? മലയാളികളെല്ലാവരും നാട്ടിൽ ഓണത്തിന് പോയതുകൊണ്ട് ഇത്തവണത്തെ ഓണാഘോഷം നമ്മൾ സെപ്റ്റംബറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെയുള്ള കുറച്ച് പേര് ചേർന്ന് ഒരു അത്തപ്പൂക്കളം മാത്രം സെറ്റ് ചെയ്യാന്ന് വെച്ചു. അത്തപ്പൂക്കളം പ്രിന്റ് ചെയ്തിടുന്നത് ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ പറയണേ. നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ പൂക്കൾക്കൊക്കെ ഭയങ്കര വിലക്കുറവാണേ. നമ്മുടെ ഈ പൂക്കളത്തിൽ പൂക്കൾ കൂടാതെ വേറൊരാളും കൂടി ഉണ്ട്. ആളെ പിടി കിട്ടിയെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് പറയണേ. അങ്ങനെ 9 മണിക്ക് തുടങ്ങിയ പരിപാടി തീർന്നപ്പോൾ ഏകദേശം രാത്രി 12 മണിയായി. ഫൈനൽ ടച്ച് കൊടുത്തത് അജിലാണ് കേട്ടോ. അങ്ങനെ ഓണത്തലേന്നത്തെ പരിപാടികളൊക്കെ അവിടെ കൊണ്ട് അവസാനിച്ചു. തിരുവോണ ദിവസം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ കാര്യപ്പെട്ട സെലിബ്രേഷൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. സദ്യ കൈ കിട്ടിയപ്പോൾ ഏകദേശം 4 മണിയായി. അതുകൊണ്ട് വീഡിയോസ് എടുക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ തരക്കേടില്ലാത്തൊരു സദ്യയായിരുന്നു കേട്ടോ. ഈ സദ്യയുടെ കോസ്റ്റ് വന്നിട്ട് 500 രൂപയായിരുന്നു. അങ്ങനെ 2 കൂട്ടം പായസമൊക്കെ കൂട്ടി മൃഷ്ടാന ഭോജനം കഴിഞ്ഞപ്പോൾ എന്നാൽ ഇനി കുറച്ച് ഫോട്ടോസും വീഡിയോസും ആവാമെന്ന് കരുതി ലോണിലേക്ക് നടന്നു. ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള ഓണം സെലിബ്രേഷൻ തുടങ്ങുന്നത്. വീക്കെൻഡിൽ ഒരു കുട്ടി ഓണം സെലിബ്രേഷൻ നമ്മുടെ സുമിത്തേട്ടൻ്റെ ഫ്ലാറ്റിൽ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. സദ്യയുടെ ABCD അറിയില്ലെങ്കിലും എനിക്കും അജലിനും സുമിത്തേട്ടനാണെങ്കിലും കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷാൻജിയോ ചേട്ടൻ്റെ യൂട്യൂബ് വീഡിയോസാണ് നമ്മളുടെ പ്രതീക്ഷ മുഴുവൻ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന് ഈ ഐറ്റംസ് ഒന്നും എന്താണെന്ന് അറിയില്ലെങ്കിൽ കൂടി അവരാൽ കഴിയുന്ന വിധം അവരെല്ലാ രീതിയിലും നമ്മളെ ഹെൽപ്പ് ചെയ്തു. അഷിതയാണ് കേട്ടോ മെയിൻ ഹെൽപ്പർ. ആള് നല്ലൊരു അടിപൊളി രസം ഉണ്ടാക്കിയായിരുന്നു. ഇത് സുമിത്തേട്ടൻ അഷിതയെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ഒരു രംഗമാണ്. ബീങ് ഓണസ്റ്റ്, ഞാനും ആദ്യമായിട്ടാണ് പൈനാപ്പിൾ പച്ചടി കഴിക്കുന്നത്. ഈ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും പച്ചടിയൊക്കെ ഞാൻ സ്ഥിരം കഴിക്കാറുണ്ട്. പക്ഷേ ഇതൊരു ഒന്നൊന്നര ഐറ്റം. മോര് കറി അഥവാ പുളിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കിയ ഒരേ ഒരു ഐറ്റം. പാട്ട് 5 പൈസക്കില്ലെങ്കിലും സുമിത്തേട്ടൻ്റെ സദ്യ ഒരു ഒന്നൊന്നര സദ്യയായിരുന്നു. ഈ രസം ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇവരുടെ ടീം ലീഡർ ഷാൻ. 16 ഡിഷസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരാൾക്ക് രാത്രി 2 മണിയപ്പോ വിശക്കണോ. സൂഷെഫ് സുമിത് ഇതാ കുറച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഇതും പറഞ്ഞ് ഞാൻ പോയി കിടന്നുറങ്ങിട്ടോ. ഇവരെല്ലാവരും ഇരുന്ന് രാത്രി മുഴുവൻ ക്യാരംസ് കളിയായിരുന്നു. നമ്മളെ ലാസ്റ്റ് കറിയുടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കണേ. ഏതാണ്? അങ്ങനെ സുമിത്തേട്ടൻ കിച്ചണിൽ പണി തുടങ്ങിയപ്പോൾ ഞാനും അജിലും കൂടെ അത്തപ്പൂവിനുള്ള പണിയെല്ലാം തുടങ്ങി. ഇവിടെ എല്ലാവരും വൈറ്റ് റൈസ് ആണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി മാത്രം കുറച്ച് മട്ട അരി ഉണ്ടാക്കിയിട്ടുണ്ട്. സദ്യയിലെ കുറച്ച് ഐറ്റംസ് ഒക്കെ കാണിക്കട്ടെ. പപ്പടം, തോരൻ, അവിയൽ, സാമ്പാർ, പായസം, പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി, ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്വന്തം മോര് കറി, ഇത് പരിപ്പ് കറിയാണ്. ഇന്നത്തെ പാർട്ടിക്ക് ഒരു സ്ട്രിക്റ്റ് റൂൾ ഉണ്ട്. എല്ലാവരും ട്രഡീഷണൽ വെയർ ആയിരിക്കണം. അങ്ങനെ കറികളെല്ലാം ഒന്നുകൂടെ ചൂടാക്കി നമ്മൾ വാഴയിലിട്ടു. അതിനുശേഷം നമ്മൾ 2 പന്തിയിലായിട്ട് സദ്യ വിളമ്പി. ഇവരൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ജീവിതത്തിൽ സദ്യ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിക്കാനും വിളമ്പാനും ഒക്കെ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അതിനിടയിൽ പഴവും പപ്പടവും കൂട്ടി പായസം കഴിക്കാനും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓണക്കളികൾ കണ്ടാലും. Straight. Down. Little bit down. Right. Little bit down. Done. She's the proper who played the proper game. Hero Panti. അങ്ങനെ നമ്മുടെ ഇൻഹൗസ് DJ ആയ അർജുൻ്റെ ഒരു മിക്സും കേട്ടുകൊണ്ട് ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.